ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇന്നും നമ്മുടെ എന്താ പറയുക അടുക്കള വിശേഷങ്ങളും അതുപോലെ തന്നെ വീട്ടുവിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് രാവിലത്തെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഇന്ന് മോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ കാലിന് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് വീണിട്ട് കാല് കുറച്ചൊരു എന്താ പറയുക ഉളുക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ചേച്ചിമാരുടെ പിള്ളേരുണ്ട് അവരിനെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവിടാൻ പറയലും വിളിച്ചിട്ട് വരാൻ പറയലൊക്കെ. അപ്പോൾ ഒരു 2-3 ദിവസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കടലുപ്പേരിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലേക്ക് കടലക്കറി വെക്കുന്നുണ്ട്, ദോശയ്ക്കുള്ളത് കേട്ടോ. ദോശയ്ക്ക് നമുക്ക് കടലക്കറിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് കടല എടുത്തിട്ട് മോൾക്ക് സ്കൂളിലേക്കും കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പിന്നെ മീനാണ് കേട്ടോ. മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. 1 കിലോ മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കണം. അപ്പോൾ രാവിലത്തെ ദോശയും പിന്നെ കടലക്കറി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മത്തി ഇനി ഒന്ന് നേരാക്കണം കേട്ടോ. അവർ തലയും വാലൊക്കെ കട്ട് ചെയ്തിട്ട് തന്നത്. അപ്പോൾ അതിന് ഒന്ന് നന്നായി കഴുകി അതിൻ്റെ ഉള്ളിലത്തെ ഒരു കറുപ്പ് സാധനമൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 1 കിലോ ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ. കണ്ണം ചേച്ചിയും മത്തിയൊന്നും കഴിക്കില്ല കേട്ടോ. അയില മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാറ് ചിലപ്പോൾ കൂട്ടിയാൽ അങ്ങനെയാണ് കേട്ടോ. പിന്നെ മോളാണെങ്കിലും അവളും അങ്ങനെ തന്നെ ചാറ് മാത്രമേ കൂട്ടുള്ളൂ, മീൻ കഴിക്കുകയില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ മീൻ കറി ഇപ്പോൾ എനിക്ക് മാത്രം ഈ 1 കിലോ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്തിട്ട് കുറച്ച് ചാറ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നാളെ വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് വറക്കുന്നില്ല കേട്ടോ. വറക്കുന്നില്ല, കുറച്ച് ചാറ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നാളെ വറക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ചാറ് വയ്ക്കുക, പിന്നെ ബാക്കിയുള്ളത് നാളെ വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുക്കുന്നുണ്ട്. സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു സവാളയും ഒരു തക്കാളിയും അരിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക മിക്സിയിലിടുക കേട്ടോ. മിക്സി ജാറിലിടുക. പിന്നെ അതിന് നമ്മൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ പുളി വെള്ളത്തിലിട്ടുണ്ടല്ലോ, ആ പുളി കുരുവൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് ഇടുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പേസ്റ്റാക്കി വെക്കണം. അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു. അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു സംഭവം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മസാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതാണ് കേട്ടോ. ആ കൂട്ടാണ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. സവാള, തക്കാളി, പുളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ പോകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിന് അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ചാറ് പരുവത്തിലാക്കി കലക്കി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അളവിന് ചാറിന് ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് 2-3 തള വന്നപ്പോൾ മീനിട്ട് കേട്ടോ. മീനിട്ട് ചാറും റെഡി ആയിട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. മത്തിക്കറി റെഡിയായി. തേങ്ങയൊന്നും അരച്ചൊഴിച്ചില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി വിടണം. അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അടുക്കള ഞാൻ ആദ്യം പണി കഴിഞ്ഞതും കൈയോടെ അടുക്കളയൊക്കെ അടിച്ചു വിട്ട് ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ ചിലപ്പോൾ ഹാളിലൊക്കെ പിന്നെ അടിക്കുള്ളൂ, ചിലപ്പോൾ എല്ലാം ഒരുമിച്ച് അടിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ അടുക്കള മാത്രം അടിച്ച് തുടച്ചിട്ടു. ഇനി പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷോപ്പ് നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണം ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതാ കുളിച്ച് അങ്ങനെ റെഡി ആയിട്ട് വന്നു കേട്ടോ. കുളി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമായി. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വന്നാൽ ഭയങ്കര ആശ്വാസമാണ്. ചില ദിവസം ഞാൻ നേരത്തെ കുളിക്കും കേട്ടോ. ചില ദിവസം രാവിലെ നേരത്തെ എണീച്ചതും കുളിക്കും.
പിന്നെ ചിലപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിക്കും, അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഓരോ ദിവസം ഓരോ പോലെയാണ്. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ ഞാൻ റെഡിയായി. അപ്പോൾ ചെറിയൊരു മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഫെയർ ലവ്ലിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. കുളി കഴിഞ്ഞതും ഫെയർ ലവ്ലിയൊക്കെ തേക്കും, പിന്നെ കുറച്ച് പൗഡർ ഇടും കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി ഷോപ്പിലേക്ക് പോകണം. പിന്നെ ഷോപ്പിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരത്തെ കട അടയ്ക്കാൻ പോണ സമയത്താണ് വീഡിയോ എടുത്തത്. ഇതാണ് നമ്മുടെ കടയുടെ രാത്രിയുള്ള കാഴ്ച, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതാ നമ്മുടെ കണ്ണമ്മ ചേച്ചി വന്നിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷുഗർ കൂടുതലാണ്, അപ്പോൾ വേറെ ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ശരീരമൊന്നും അനങ്ങണില്ലല്ലോ. അപ്പോൾ ഒന്ന് എക്സസൈസ് നന്നായി ചെയ്യണം. ഷുഗർ കുറയാൻ എക്സസൈസ് നന്നായി ചെയ്താൽ ഷുഗർ കുറയുമല്ലോ. അപ്പോൾ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് നന്നായി എക്സസൈസ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ. ഇത് ചെയ്യാൻ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.